ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും റോസസ് ചിക്കൂരിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് മത്തി വെച്ചിട്ടൊരു കട്ട്ലേറ്റാണ് കേട്ടോ. അപ്പോൾ മത്തി ഇപ്പോൾ സീസണാണ്, ചെറിയ മത്തി ശരിക്കുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കി കാണിക്കാം. അപ്പോൾ ആദ്യം അത് നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് വരാം. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാമോ? അപ്പോൾ ഞാൻ മത്തി വൃത്തിയായി ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുരുമുളക് പൊടിയും ഉപ്പും മഞ്ഞളും കൂടി ചേർത്തൊന്ന് വേവിച്ചെടുക്കാം. ഉപ്പും മഞ്ഞളും കുരുമുളകും കൂടെ ചേർത്ത് വേവിക്കണം. നല്ലപോലെ വെന്തതിന് ശേഷം നമുക്ക് തണുത്തതിന് ശേഷം മുള്ളൊക്കെ എടുത്ത് മാറ്റണം. ഇപ്പോൾ മീൻ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നല്ലപോലെ കുരുമുളകും ഉപ്പും എല്ലാം പിടിച്ചിരിക്കുകയാണ്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുള്ളൊക്കെ മാറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റിന് ആവശ്യമായ മീൻ ഞാൻ മുള്ളൊക്കെ എടുത്ത് വച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അത്യാവശ്യം 2 സവോള 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, മല്ലിയില, ഇതെല്ലാം കൂടി നമുക്ക് ഉരുളക്കിഴങ്ങൊക്കെ ഉടച്ചെടുത്ത് ഇതിൽ മിക്സ് ചെയ്ത് കുഴച്ച് വയ്ക്കണം. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ബ്രെഡ് പൊടിയിൽ മുട്ടയും ബ്രെഡിൻ്റെ പൊടി എണ്ണയും കൂടി വേണം. എന്നിട്ട് നമുക്ക് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് പൊടിയിലേക്ക് വെച്ചിട്ട് എണ്ണയും നമുക്ക് വറുത്ത് കോരി എടുക്കാം. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ഉടച്ച് മിക്സ് ചെയ്ത് വയ്ക്കാം. പിന്നെ ലേശം ഗരം മസാലപ്പൊടിയും കൂടെ ഇടാം. അപ്പോൾ നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റിൻ്റെ കൂട്ടെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് 2 സവോള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് 2 എണ്ണം, ഉരുളക്കിഴങ്ങ് ഒരു 3 എണ്ണം അത്യാവശ്യം വലിപ്പമുള്ളതാണ് ഞാൻ എടുത്ത് പുഴുങ്ങി ഉടച്ചെടുത്തത്. പിന്നെ നമ്മുടെ മത്തി അല്ലെങ്കിൽ ചാള. അപ്പം ഇതെല്ലാം കൂടി ഞാൻ മിക്സ് ചെയ്ത് നല്ലപോലെ കുഴച്ച് നമുക്ക് വടക്ക് ഒക്കെ പരത്തണ പോലെ നമുക്ക് കട്ട്ലേറ്റിൻ്റെ അറിയാലോ അതുപോലെ ആക്കിയതിന് ശേഷം നമുക്ക് മുട്ടയിൽ പുരട്ടി ബ്രെഡിൻ്റെ പൊടിയിൽ വെച്ച് എണ്ണയിൽ വെച്ച് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലായാലും ഇത്രയൊക്കെയാണ്. വളരെ സിമ്പിളാണ്. മത്തി കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്യാൻ ആ ഒരു സമയം വേണ്ടു. ബാക്കിയൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ നമുക്കിനി എന്തായാലും ഫ്രൈ ചെയ്യണ പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ മത്തിയെല്ലാം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ മെയിനായിട്ടൊരു കാര്യം നമ്മൾ ചെയ്യേണ്ടത് എല്ലാം നല്ലപോലെ കുഴച്ചെടുത്തതിന് ശേഷം ഉപ്പ് നോക്കണം കേട്ടോ. കറക്റ്റ് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ശകലം ഉപ്പും കൂടെയൊക്കെ ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത കൂട്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഇത് ഫ്രൈ ആക്കി എടുക്കാം. ഇത് സോസിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാം. മയോണൈസ് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ആണെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും പാനിലോട്ട് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ തന്നെ പരത്തി വെച്ചിരിക്കുന്ന ഇതിൻ്റെ കൂട്ട് നമുക്ക് മുട്ടയിൽ മുക്കിയതിന് ശേഷം നമുക്ക് ബ്രെഡിൻ്റെ പൊടിയിൽ കൂടെ ഒന്ന് പുരട്ടിയിട്ട് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. അധികം കരിഞ്ഞു പോകാതെ ഒരു തീ സിമ്മാക്കി വെച്ചിട്ട് വേണം. ആദ്യം നല്ല തീയിൽ തന്നെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ശേഷം നമ്മൾ തീ സിമ്മാക്കി വയ്ക്കുക. അപ്പോൾ ഒരു ബ്രൗൺ കളറാക്കുമ്പോൾ നമ്മൾ മാറ്റിയാൽ മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വീണ്ടും പോകാം. അപ്പോൾ നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് അതിൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. അപ്പോൾ നല്ലപോലെ ചൂടാകുമ്പോൾ നമുക്ക് കട്ട്ലേറ്റ് ഓരോന്നായിട്ട് മുക്കി ബ്രെഡിലും പൊതിഞ്ഞ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. ലേശം ഉപ്പും കൂടെ ചേർത്ത് അത് അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 6-7 പീസ് ബ്രെഡ് എടുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ കട്ട്ലേറ്റ് ഓരോന്നായിട്ട് നമുക്ക് മുട്ടയിൽ മുക്കി ബ്രെഡിലും പൊതിഞ്ഞ് പാനിൽ ഇട്ട് കൊടുക്കാം. വറുത്ത് കോരാം. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഏകദേശം കട്ട്ലേറ്റ് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മത്തി കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതായത് ഫിഷ് കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. അടുത്തൊരു പുതിയ റെസിപ്പിയുമായി കാണുന്നത് വരേക്കും ടാറ്റാ.